ഇത് അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ മോമെന്റ്. കാരണം രണ്ടുപേര്, 2 voices ബട്ട് 1 vision. ഇവർ രണ്ടുപേരുടെയും കാഴ്ച എന്ന് പറയുന്നത് 2 outstanding glorious talents എന്നുള്ളതാണ്. അതെ. അപ്പൊ നമ്മള് അത്രത്തോളം സ്നേഹിക്കുകയാണ് അല്ലേ ഇവരെ രണ്ടുപേരെയും. ഇതുവരെയുള്ള പെർഫോമൻസ് നമ്മൾ എടുത്തു നോക്കാം. പാർത്ഥിവ് കുട്ടന്റെ, നമ്മുടെ കുട്ടുമണിയുടെ പ്രത്യേകമായിട്ടുള്ള ബ്യൂട്ടിഫുൾ പെർഫോമൻസസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ശിവകാമി കുഞ്ഞാണെങ്കിൽ നമ്മളെയൊക്കെ കരയ്ക്കാൻ ഭയങ്കര പിടിക്കുക. ഓരോ പ്രാവശ്യം പാടുമ്പോഴും ഇങ്ങനെ ഇരുന്ന് കരയുക തന്നെ. എന്താ വെച്ചാൽ അത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ്. എത്ര പേരാണെന്നറിയാം എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. ശിവകാമി കുഞ്ഞിനോട് പറയണം, നമ്മുടെ കുട്ടുമണിയോട് പറയണം, എത്ര നന്നായിട്ടാണ് പാടണേ, മക്കൾ എത്ര നന്നായിട്ട് പാടണേ. ഇങ്ങനെ ഒരു ലൈല സയ്യിദ് ചേച്ചിയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദിവസവും നമ്മുടെ പ്രോഗ്രാമുകൾ കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് അയക്കും. എല്ലാ ദിവസവും കേട്ടോ, എല്ലാ ദിവസവും ഒരു ചെറിയ എസ്സേ പോലെ എനിക്ക് അയക്കും. ചെറിയ ലൈല ചേച്ചിക്ക് ഒരു വലിയൊരു നമസ്കാരം കൊടുക്കണം. അതെ, ഞങ്ങളുടെയും ആർഡൻ ഫാനാണ്. അതെ, ദിവസവും ഫ്രാൻസി ഒരൊറ്റ ദിവസം പോലും മാറില്ല. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ദിവസം 2 കൂടെ ഇട്ടിട്ട് പറയും, ഇന്നലെ എനിക്ക് കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണെന്ന് പറയും. അങ്ങനെയുള്ള മില്യൺസ് ഓഫ് ആരാധകർ ഉണ്ട് നമുക്ക് ടോപ്പ് സിംഗറിന്. അത് വലിയ, നമുക്ക് ഫ്ലവേഴ്സിനും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാ? അതിൽ ഒരു റീസണാണ് കുട്ടുമണി, അതിൽ വേറൊരു റീസണാണ് നമ്മുടെ ശിവകാമി. ഏത് പാട്ടാ പാടാൻ പോന്നേ? താരാഗണങ്ങൾ കുഞ്ഞുറങ്ങും ഇടമായോ. കറക്റ്റാ? ഈ പാട്ടിനെ പറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഇത് എന്റെ പ്രിയപ്പെട്ട ബ്രദർ ശരത്തിന്റെ പാട്ടാണെന്നുള്ളതാണ്. an outstanding music composer. എന്നെ ഇടയ്ക്കിടയ്ക്ക് തടിയാന്ന് വിളിക്കുന്നത്. തടിയാന്ന് വിളിക്കാൻ പറ്റില്ല, അത് പണി കയ്യിൽ വെച്ചിരുന്നാ മതി. എന്നെന്താ വിളിക്കാന്നറിയോ? എടി ഫ്രോഡ് ചെയ്ത്. അത് കറക്റ്റ്. ചരിതങ്ങൾ എന്നെ ഏറ്റവും സ്നേഹത്തിൽ വിളിക്കുന്നത് എടി ഫ്രോഡ് ചെയ്ത്. ഒരു ചക്കര ഉമ്മ കേട്ടോ ഇവിടുന്ന്. നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? ഒത്തിരി ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും താഴെ ഒരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ കുട്ടുമണിക്കും ശിവകാമി കുട്ടിക്കും വോട്ട് ചെയ്യണം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ, ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ, മൗനരാഗമണിയും താരളം തെന്നലേ, പൊൻപരാഗമിളകും ുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ.
മിനുടാ, എന്തോ ഇതൊരു ഭയങ്കര സുഖമായിട്ടുള്ള ഒരു പരിപാടിയായി പോയി കേട്ടോ. നമ്മൾ ഏറ്റവും ഉറ്റുനോക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങള് ഇങ്ങനെ രണ്ട് പൂക്കളായിട്ട് അവിടെ നിൽക്കുകയും അവരിങ്ങനെ പതിയെ 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 താനെ വിരിഞ്ഞ് രണ്ട് പൂക്കൾ വിരിയുന്ന സുഖമറിഞ്ഞു, നറുമഞ്ഞുതിരുന്ന ലയമറിഞ്ഞു എന്ന പോലെയായി. അവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മറികടക്കാൻ ശ്രമിച്ചിട്ടില്ല. അവര് പരസ്പരം ആ പാട്ടിൽ ലയിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് ഗ്രേറ്റ് മക്കളെ. അല്ലെ, പി ഭാസ്കരൻ സാറ് ഓർക്കുക വല്ലപ്പോഴും എന്ന് പറഞ്ഞ കവിതയിൽ പറയുന്ന പോലെ രണ്ട് കൊച്ചാത്മാവുകളെ ഇവിടെ കാണാൻ പറ്റും. ആ രണ്ട് കൊച്ചാത്മാവുകളുടെ ഒറ്റ പാട്ടാണ് ഈ പാട്ട്. സോ 2 souls ബട്ട് 1 heart. ആ രീതിയിൽ ധ്വനിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ രസമായിരുന്നു. രണ്ടുപേരുടെയും ചിരി കാണാനായിട്ട് ഞാനിങ്ങനെ കരുതിയിരുന്നു. ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ പാടുന്നുണ്ട്, പാട്ട് നിങ്ങളോടും ചിരിച്ചു കേട്ടോ. നിങ്ങൾ ഒരുപാട് ഇടത്ത് പാട്ടിനോടും ചിരിച്ചു. അങ്ങനെ മൊത്തം ചിരി. അതുകൊണ്ട് എന്റെ ഉള്ളിലൊരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടായി നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്ന കേൾക്കുമ്പോൾ. മാത്രമല്ല ഹാപ്പിനെസ് മാത്രമല്ല, ഒരു അഭിമാനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ എത്തിയല്ലോ, ഈ സ്റ്റേജിൽ എത്തിയല്ലോ, അവര് അഭൂതപൂർവമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് അവർ കാട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു അച്ഛന്റെയോ അമ്മയുടെ, അല്ലെങ്കിൽ ഇപ്പൊ എന്നെ പറ്റി പറയുകയാണെങ്കിൽ അപ്പൂപ്പൻ എന്ന് പറയേണ്ടി വരും, ഒരു അപ്പൂപ്പന്റെ സ്നേഹവും സന്തോഷമാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നന്നായി. പിന്നെ രണ്ടുപേർക്കും ഇന്നത്തെ പെർഫോമൻസിൽ ഒരു മിക്സ് ബാഗ് ആണ് കേട്ടോ. ശ്രുതി ചേരാതെ ഒരുപാട് സ്ഥലങ്ങളിൽ രണ്ടുപേർക്കും വന്നിട്ടുണ്ട്. നന്നായിട്ട് ശിവകാംസ് ശ്രുതി ചേർക്കുമ്പോൾ അവിടെ കുട്ടുമണി അടുത്ത ശ്രുതി ചേരില്ല. കുട്ടുമണി നന്നായിട്ട് ശ്രുതി ചേർക്കുമ്പോൾ ശിവകാംസിന് ശ്രുതി ചേരില്ല. അപ്പൊ ഇങ്ങനെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രുതി ചേരാതെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു സോളോ നമ്മളോട് ചോദിക്കുന്ന എന്താണ്, ഞാൻ ആരാണെന്നാണ്. അപ്പൊ ഞാൻ സെൻട്രിക് ആണത് അല്ലെ, എന്നെ പറ്റിയാണ് ഞാൻ പറയുന്നത്, ഞാൻ ആര് എന്ന്. പക്ഷെ ഡുവറ്റ് ആണെങ്കിൽ ചോദിക്കുന്നത് നമ്മൾ ആരാണെന്നാണ്. അപ്പൊ നമ്മൾ ഒന്നാമതാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ്. നമ്മുടെ ഇന്ത്യയെ പോലെയാണ് കേട്ടോ. രണ്ടാൾക്കാര് രണ്ട് രീതിയിലുള്ള സംഗീത കാഴ്ചകളുമായിട്ട് വരുന്നു, പക്ഷെ പാട്ടിൽ അവരൊന്നാവുന്നു. ആ ഫീൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ കുട്ടുമണി പാടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ 2 ലൈൻസ് തന്നെയാണ്. ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ, എന്നുമുണരുമിടമായോ. അത് നന്നായിട്ട് പാടി കേട്ടോ. അത് ദാസാറിനെ ഒപ്പി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പാടിക്കുന്നത് ആ ആയോ എന്ന് ചോദിക്കുന്നതിന് പുതിയ പുതിയ അർത്ഥങ്ങൾ അദ്ദേഹം പാടുന്നതിൽ കൊണ്ടുവരുന്നുണ്ട്. അത് ഭയങ്കര ചെറിയ മൈന്യൂട്ടാണ്, പക്ഷെ നല്ല രസമുണ്ട്. നമ്മുടെ കുഞ്ഞു പാടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണത്തിന്റെ ഇന്നലെ പെയ്ത മൊഴിയും ഇലകളും ഇലയും ഒരു പൂമുളം കാട് പോലും എന്ന് പാടിയില്ലേ. അവിടെ ചിത്രചേച്ചിയുടെ എന്തൊക്കെയോ ഒരു ഫ്രീക്വൻസി അവിടെ വന്നു കേട്ടോ. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരുടെ വോയിസ് ഭയങ്കര മെലോഡിയസ് ആയതുകൊണ്ട് അതിന്റെ ഒരു രസമുണ്ടായിരുന്നു. ഈ തുടക്കത്തില് ആകാശദീപമെന്നുമുണരുമിടമായോ ഇത് പാടുന്നില്ലേ, അത് കുറച്ചും കൂടെ റിതമിക്കായിട്ട് പാടണം എന്ന് തോന്നുന്നു. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇടയിലെ പല്ലവിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ നാം ഉണരുമ്പോൾ എന്ന് പറഞ്ഞോട്ട് എന്താവണം, ഒരു ടേക്ക് ഓഫ് ആയിരിക്കണം. അവിടെ പിന്നെയും ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്തിരിക്കണം. ഒരൊറ്റ ടേക്ക് ഓഫ്, ഒരു റോക്കറ്റ് പോലെ പോണം. അതെന്ത് ബ്രില്യൻ്റ് ആയിട്ടാണ് ശരത്ത് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒന്ന് പാടാമോ, കുറച്ചും കൂടെ ഒരു വൈബ്രന്റ് ആയിട്ട് ഒരു വൈബില് പാടറേ. അത് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പാടാം. ഇപ്പൊ നന്നായി കേട്ടോ. കംസ് അതുപോലെ പാടൂ. സ്ട്രെയിൻ, ചെറിയ സ്ട്രെയിൻ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ പാടിയപ്പോ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേണം. അപ്പൊ ഡൈനാമിക്സ് അത് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൈതപ്പുറ സാർ ഇത് എഴുതിയിരിക്കുന്നതാണ്. ആ ഈണത്തിന് ഒരു ലെങ്തി ഫ്രേസ് ആണ് എഴുതിയിരുന്നത്. ആകാശദീപം എന്നും ഉണരുമിടമായോ എന്നുള്ളത് ഒന്നിച്ചാണ് വരുന്നത്. താരാഗണങ്ങൾ കുഞ്ഞിറങ്ങുമിടമായോ എന്നുള്ളത്. അപ്പൊ ഇത്രയും വെൽ നിറ്റാണ്. അത് കൈതപ്പുറ സാറിന് ഭയങ്കര ഒരു കൈയടി കൊടുക്കണം. ഒരു ഒറ്റ ഫ്രേസിൽ
ആ കംപ്ലീറ്റ് ട്യൂണ് അവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു ആകാശ ദീപം ഇവിടെ എന്നും ഉണരുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുകയാണെന്ന് തന്നെയാണ് അങ്കിള് വിശ്വസിക്കുന്നത് കേട്ടോ. ആൻഡ് ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഭയങ്കര ഒരു ക്യൂട്ടായിരുന്നു കേട്ടോ രണ്ടാളുടെയും ഒരു കോമ്പിനേഷൻ ഓഫ് വോയിസ്. ഭയങ്കര ക്യൂട്ട് കോമ്പിനേഷൻ. ഈ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്തതിന് ഒരു ഹാറ്റ്സ് ഓഫ്. രാഘു 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 ആൻഡ് സെലക്ട് ചെയ്ത പാട്ട് നമ്മുടെ അണ്ണാച്ചിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പോസിഷൻസ്. ആൻഡ് ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടനും ചിത്രയും അൾട്ടിമേറ്റ് ആയിട്ട് പാടി വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അത് ഈ കുഞ്ഞു കുരുന്നുകളാണ് എടുത്ത് പാടുന്നത്. അപ്പോൾ അത് നമ്മളൊരു ഭയങ്കര കൗതുകത്തോടു കൂടി കാണുന്നു. പക്ഷെ എനിക്ക് തോന്നി രണ്ടുപേരും നല്ല ശ്രദ്ധിച്ച് പാടി. പക്ഷെ എങ്ങനെയൊക്കെ പാടിയാലും നമുക്ക് ഓൺ സ്റ്റേജ് പാടുന്ന സമയത്ത് കുറച്ചൊരു ഫൈൻ ട്യൂണിങ് ഇഷ്യൂസ് വരും. അത് ഡെഫിനറ്റ്ലി വന്നിരിക്കും. പക്ഷെ ഇന്നും അതുണ്ടായി. കാരണം വല്ലാതെ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടാണെന്ന് അറിയില്ല, പല സ്ഥലത്തും ചെറിയ ചെറിയ ഫൈൻ ട്യൂണിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ചില ഔട്ട്സ്റ്റാൻഡിങ് സാധനങ്ങൾ എനിക്ക് കിട്ടിയത് ശിവകാമിക്കുട്ടി അവസാനത്തെ പല്ലവിയിൽ ഒരു സാധനം പാടിയത് ഒന്ന് പാടൂ. വെരി ഗുഡ് വെരി ഗുഡ്. ആൻഡ് കുട്ടുമണി ഈസ് ഓൾസോ 2-3 സ്ഥലത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പാടി. അപ്പൊ ഹാറ്റ്സ് ഓഫ് ടു ബോത്ത് ഓഫ് യു. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു, കാണാനും കേൾക്കാനും മനോഹരമായിരുന്നു. ബ്യൂട്ടിഫുൾ. കണ്ടോ വെളിയിൽ മഴ പെയ്യുന്നുണ്ടേ? അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ. കാരണം ഇവിടെ പാടി മഴ പെയ്യിപ്പിച്ചു. അത് ശരിയാട്ടോ, പാട്ട് പാടുന്നതിന് മുന്നേ വരെ ഇല്ലായിരുന്നു മഴ. പാടി തുടങ്ങിയപ്പോഴത്തേക്ക് മഴ വന്നു. അപ്പൊ ആരാ പാടി മഴ പെയ്യിപ്പിച്ച്? രണ്ടുപേര്, 2 യുവമിഥുനങ്ങൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, പക്ഷേ അത് ക്യാപ്റ്റന്റെ അടുത്തും കൂടെ ചോദിക്കണം. എന്താ വെച്ചാ 2 പേർക്കും 1 മാർക്കല്ല 2 മാർക്കാണ് കൊടുക്കേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ക്യാപ്റ്റൻ എന്താണ് അഭിപ്രായം? അത് കറക്റ്റ് ആണ്. 100% യോജിക്കുന്നു. 100% യോജിക്കുന്നു. യോജിക്കുന്നുണ്ടോ? യെസ്. അപ്പോ കുട്ടുമണിക്കുട്ടൻ ആൻഡ് ശിവകാമിക്കുട്ടി നല്ല ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല സെലക്ഷൻ. രണ്ടുപേരുടെയും റേഞ്ചിന് ഒത്തിട്ടുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്ത പോലെ തോന്നി. രണ്ടുപേരും അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തില്ല. രണ്ടുപേർക്കും കറക്റ്റ് ആയിട്ട് പാടാൻ പറ്റിയ പോലെ തോന്നി. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഗുഡ് സെലക്ഷൻ. പിന്നെ എനിക്ക് തോന്നിയത് എന്താ പറയാ, രണ്ടുപേരും ക്യാരക്ടർ വൈസ് ഭയങ്കര വ്യത്യാസമുള്ള ആൾക്കാരാണ് അല്ലേ? നല്ല വ്യത്യാസമുള്ള ആൾക്കാരല്ലേ? പക്ഷെ അതെ, ആ കോൺട്രാസ്റ്റ് പക്ഷെ പാടി തുടങ്ങിയപ്പോഴത്തേക്ക് അതൊക്കെ മാഞ്ഞ് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഒരുമിച്ച് ചേർന്ന് നിന്ന് പാടിയത് നല്ല സൂപ്പർ ആയിരുന്നു. അതാണ് എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. MJ സാർ പറഞ്ഞതുപോലെ പാട്ട് പാടുമ്പോഴത്തേക്കും നമ്മളെ മറന്നിട്ട് ഒറ്റ ഒരു പാട്ടിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ട് അത് പെർഫോം ചെയ്തത് വാസ് സൂപ്പർ. ഓക്കെ കുട്ടുമണിക്കുട്ട, ആകാശദീപം ആ ഗാ അല്ല, പലപ്പോഴും ഗാ എന്നാണ് എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നത്. കാ ആണ് വരുന്നത് കേട്ടോ. ശിവകാമിക്കുട്ടി അടിപൊളിയായിട്ട് പാടി. രണ്ടുപേരും പിച്ചിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുട്ടുമണിക്ക് ചെറിയൊരു ബ്രെത്ത് ഇഷ്യൂ വന്ന പോലെ തോന്നിയത് അനുപല്ലവിയില് ഫസ്റ്റ് ലൈൻ പാടിയപ്പോഴത്തേക്കും ചെറിയൊരു ബ്രെത്ത് കുറഞ്ഞ പോലെ ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും ഒരു ടഫ് പാട്ടായതുകൊണ്ട് ഇതൊക്കെ എന്താ പറയാ, ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ വെച്ചാൽ ഈ ഒരു ചെറിയ കുട്ടികള് നല്ല ചാലഞ്ചിങ് സോങ്സ് എടുക്കാൻ റെഡി ആയിട്ട് വരികയാണ്. അതിനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി വരുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ചാലഞ്ചിങ് സോങ് ആക്ച്വലി ഓൺ സ്റ്റേജ് പാടാൻ. മാത്രല്ല അത് അറിയാം, അടുത്ത സ്റ്റേജിലെത്തി അതെ അപ്രീഷിയേറ്റ് ചെയ്യണം. യെസ്, അടുത്ത സ്റ്റേജിലെത്തി കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, കൂടുതൽ ഇൻവോൾവ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്യുന്നതും പെർഫോം ചെയ്യുന്നതും കേട്ടോ. അപ്പം ബ്യൂട്ടിഫുൾ ആയിരുന്നു രണ്ടുപേരും. ബ്യൂട്ടിഫുൾ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുട്ടുമണി, ശിവകാംസ് 2 ഡിഫറെന്റ് മാർക്സ് ആണ് തരട്ടെ. കുട്ടുമണിക്ക് ഒരു 97.75. ശിവകാമിക്കുട്ടി ആര് പറയണം? ഞാൻ പറയണം. വളരെ വ്യത്യസ്തമായ 2 മാർക്കാണ് രണ്ടുപേർക്കും. അപ്പോ ശിവകാമിക്കുട്ടിക്ക് 97.75 ഔട്ട് ഓഫ് 100. ഓ, ഭയങ്കര വ്യത്യാസമായി പോയി. ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് മലയാളം. അപ്പൊ 2 പേർക്കും ഒരേപോലത്തെ മാർക്കൊക്കെ കിട്ടി. അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലേ? വേറെ വേറെ മാർക്കൊക്കെ വരാം. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരുപോലത്തെ മാർക്ക് കിട്ടി. ഹാപ്പി ആണോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ടാറ്റ. അടുത്ത പെർഫോമൻസിൽ കാണാം. ബൈ.